നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നോക്ക്, ഇവനാണ് സഞ്ജു, മംഗലശ്ശേരി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ MD. ജോലി ചോദിച്ചാൽ നിന്നോട് കമ്പനിയിൽ വരാൻ പറയും. അത് ഞാൻ ശരിയായിക്കോളാം മാഡം. ആ, ദാ, ഇത് സ്വാതി. ഇവളാണ് സഞ്ജുന്റെ ഭാര്യ. ഇവളുടെ ഗർഭം കലക്കലാണ് നിന്റെ ആദ്യത്തെ ഡ്യൂട്ടി. ഞാൻ കലക്കിയ ഗർഭത്തിന് കണക്കില്ല മാഡം. ഇവളീ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി ഒഴുക്കും? ഇവളാ ലച്ചു എന്ന അമ്മു. നീ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇവളെയാ. മംഗലശ്ശേരി വീടിന്റെ ഐശ്വര്യം ഇവളാന്നാ പറയുന്നത്. അതൊരു പറച്ചില് മാത്രമല്ല, തകർന്ന് തരിപ്പണമായ മംഗലശ്ശേരിയെ കരകയറ്റിയത് ഇവളാ. ഈ നരുന്നു പെണ്ണോ? നിന്നെ ഞാൻ തെറ്റു പറയുന്നില്ല. അവളെപ്പറ്റി ആദ്യം ഞാനും കരുതിയിരുന്നത് അതാ. ഇവളാ ഈ കഥയിലെ ഒരേ ഒരു നായിക. നീ ഇവളെ തളയ്ക്കണം. ഇവൾ ഒരാളെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ വിവാഹം നടക്കരുത്. അവൾ മംഗലശ്ശേരി വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അതിനുവേണ്ടി നീ എന്തും ചെയ്യണം. മാഡം എന്നെ വിശ്വസിക്കേ. സുനന്ദ ഒരു കാര്യം ഏറ്റാ പിന്നീട് സോറി പറയില്ല മാഡം. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. അവിടെ നടക്കുന്ന വിവരങ്ങൾ നീ അപ്പപ്പോ തന്നെ അറിയിക്കണം. ആദ്യം വേണ്ടത് മംഗലശ്ശേരിയിൽ കയറിപ്പറ്റുക ഇല്ല. ഇനി ഞാൻ മാഡത്തിനെ വിളിക്കുന്നത് മംഗലശ്ശേരി നിന്നാവും. ആ, നീ 1 മിനിറ്റ് നിൽക്കും, ഞാനിപ്പോ വരാം. തൽക്കാലം ഇതിരിക്കട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ മാഡം. ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ സാരി ഉടുക്കാൻ. സാരിയൊക്കെ കൊടുത്ത് നടക്കാൻ എനിക്ക് പ്രയാസമാമോ? ഹോസ്പിറ്റലിൽ ചെക്കപ്പിനല്ലേ ചേച്ചി പോകുന്നത്, അപ്പൊ സാരി തന്നെയാ സൗകര്യം. പിന്നെ ചെക്കപ്പിന് പോകുന്നവരെല്ലാം സാരി ഉടുത്തിട്ടല്ലേ പോകുന്നത്? ഒന്ന് പോയാമോ? കുറെ അനുഭവം പറച്ചിലായിട്ട് വരും. സാരി ഒന്നും ഉടുത്ത് നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ ചേച്ചി വല്ലപ്പോഴൊക്കെ സാരി ഉടുത്ത് ഒരു നല്ല ഭാര്യയുടെ ലുക്കൊക്കെ ഒന്ന് വരണം. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ സാരിയിലേക്ക് മാറുന്ന എനിക്കറിയാം. ബോധം പോയപ്പോ ഞാൻ കാട്ടിക്കുട്ടിയതൊക്കെ ചേച്ചി കണ്ടതല്ലേ. നിനക്കതിപ്പോ തമാശയായിട്ടാണല്ലേ തോന്നുന്നത്? ചേച്ചിക്ക് അതൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ അതെന്റെ പൊട്ടത്തരം തന്നെയാ. പിന്നെ ഇപ്പോ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നീ ആളാകെ മാറിയിട്ടുണ്ട്. വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞ ജീവിതത്തിനൊരു പ്രതീക്ഷയുണ്ടാവും. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഇനി ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അമ്മ. ഇറങ്ങാറായില്ലേ? 10 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഞങ്ങൾ ഇപ്പോഴേ റെഡി. അമ്മ കൂടെ വരുന്നുണ്ടോ? അതെന്ത് ചോദ്യം സഞ്ജു? എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ അവിടെ ഉണ്ടാവും. മനസ്സിൽ രഹസ്യം വെക്കുമ്പോഴാ ഭാരം തോന്നുന്നത്. അമ്മ ഇപ്പൊ എത്ര ഫ്രീ ആണെന്നോ? എന്റെ അവസ്ഥ ഇത് തന്നെയാ. പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഞാൻ മനസ്സിലാക്കില്ലെന്ന് സഞ്ജു പറയരുത്. ഭാരം മനസ്സിൽ വെച്ച് ജീവിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. അതെ, ഇതൊന്നും നമ്മുടെ കുഞ്ഞു കേൾക്കണ്ട. ഇവിടുത്തെ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട് ചേച്ചി. മുറിവുണ്ടെങ്കിൽ ചേച്ചിക്ക് മരുന്ന് വെച്ചു തരാം. അത് സാരമില്ലമ്മോ. ശരിക്കും സുനന്ദേച്ചി കാറിന് മുന്നിൽ ചാടിയതാണോ? ജീവിക്കാൻ കൊതിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് റോഡ് മുറിച്ച് കടക്കാൻ നോക്കിയതാ.
2 ദിവസം കഴിഞ്ഞാ അനിയന്റെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ജോലിയുമില്ല. അതിന്റെ ടെൻഷനിൽ നടക്കുമ്പോ വണ്ടി വരുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സുനന്ദ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയനും. അവൻ പഠിക്കുവാ. പഠിപ്പ് വേണ്ടാന്ന് വെച്ച് എന്തെങ്കിലും ജോലിക്ക് പോകാനാ അവന് താല്പര്യം. നന്നായി പഠിക്കുന്ന കുട്ടിയാ. എങ്ങനെ ഈ പ്രായത്തിൽ വല്ല ഷോപ്പിലും പറഞ്ഞുവിടും? ഹോംലെസ്സായി കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ? ഒരുപാട് വീടുകളിൽ നിന്നിട്ടുണ്ട്. എല്ലാം പ്രസവ ശുശ്രൂഷകളാ. ഇവിടെ ഇപ്പോ അങ്ങനെ ആരും ഇല്ലല്ലോ. കാവേരി ചേച്ചിയുടെ പ്രസവം വരെയല്ലേ? ഇതാരാ അമ്മു? രാജുവേട്ടനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഒരാളെ നിർത്തുമ്പോ അവരെ പറ്റിയൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങളുടെ അഡ്രസ് എനിക്ക് തരണം. അതിനെന്താ, രാജു എന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചോളൂ. അപ്പൊ എങ്ങനെയാ ജീവിക്കുന്നെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പൊ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇവൻ ആളത്ര ശരിയല്ല. ഇവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുനന്ദേച്ചി വന്നേ, ഡ്രസ്സൊക്കെ മാറണ്ടേ? ഹലോ, സ്വപ്നം കാണുവാണോ? ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല. നാളെ നിന്റെ വിവാഹ നിശ്ചയോ? അതല്ലേ നീ ഓർത്തെ? ഇനിയാ നമ്മള് സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.